മാധ്യമങ്ങൾ അധിക്ഷേപിക്കുന്നു എന്ന വാചകത്തിന്, മന്ത്രിയുടെ വാചകത്തിന് ഏതെങ്കിലും തരത്തിൽ പ്രസക്തി ഉണ്ടെന്ന് നമുക്ക് ഒറ്റനോട്ടത്തിൽ കാണാൻ കഴിയില്ല ജി. കാരണം ഇത് മാധ്യമങ്ങൾ ഈ വാർത്ത പുറത്തുവിട്ടത് എങ്ങനെയാണ് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അത് കോടതിയുടെ ഒരു രേഖയായിട്ടാണ് ഇത് വരുന്നത്. മധുരൈ പാർട്ടി കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് വന്നിട്ടുള്ള ആളെ, അദ്ദേഹത്തിനെതിരായ പരാതി പി ബി അംഗമായ അശോക് ധവളയ്ക്ക് കിട്ടുന്നു. അശോക് ധവള അത് പി ബി യോഗത്തിൽ പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ പാർട്ടി പ്രതിനിധി സമ്മേളനത്തിൽ നിന്ന്, പാർട്ടി കോൺഗ്രസിന്റെ പ്രതിനിധി സമ്മേളനത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നു. അത് വാർത്ത കൊടുത്ത മാധ്യമങ്ങൾക്കെതിരെ അദ്ദേഹം, രാജേഷ് കൃഷ്ണ എന്നയാൾ, ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുന്നു. പോളിറ്റ് ബ്യൂറോ തീരുമാനമായതുകൊണ്ടാണ് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് അങ്ങനെ ഒരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നത്. അങ്ങനെ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ച് അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്ന രേഖ, അത് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയ്ക്ക് കിട്ടിയ രേഖയാണ്. തനിക്കെതിരായ പരാതി തന്നെ അദ്ദേഹം കോടതിയിൽ രേഖയായി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് മാധ്യമങ്ങളൊന്നും കൊടുത്തതല്ല, അത് അദ്ദേഹം തന്നെ കോടതിയിൽ കൊണ്ട് സമർപ്പിച്ചതാണ്. ആ രേഖയാണ് പുറത്ത് വന്നിട്ടുള്ളത്. എന്തായാലും ഇതിനകത്ത് ആദ്യ പ്രതികരണമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് വി ശിവൻകുട്ടി. അല്പസമയത്തിനകം തന്നെ ഒരുപക്ഷേ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഒരു പ്രതികരണം ഇതിനകത്ത് ഉണ്ടാകും. കാരണം MV ഗോവിന്ദനാണ് ഇതിനകത്ത് കൺസേൺഡ് പാർട്ടി. MV ഗോവിന്ദന്റെ മകനാണ് ഇത് ചോർത്തിയത് എന്നുള്ള ആരോപണം ഈ പരാതി നൽകിയിട്ടുള്ള, PVക്ക് പരാതി നൽകിയിട്ടുള്ള ഷർഷാദ് തന്നെ ഉന്നയിച്ചിട്ടുള്ളതാണ്. ഇന്നലെ അദ്ദേഹം ആരോപണം ഉന്നയിച്ചു. അതിനു മുമ്പ് 12-ാം തീയതി, ഈ മാസം 12-ാം തീയതി ജനറൽ സെക്രട്ടറിയായ MA ബേബിക്ക് നൽകിയ കത്തിൽ ഈ ആരോപണം അദ്ദേഹം മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നലെ MV ഗോവിന്ദൻ ചില പ്രതികരണങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. അസത്യമാണ് പുറത്തു വന്നിട്ടുള്ളത് എന്ന തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. അസംബന്ധം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ പൂർണ്ണ തോതിൽ അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ എന്നുള്ള ചോദ്യം നിലനിൽക്കുകയാണ്. കാരണം PBക്ക് കിട്ടിയ പരാതിയാണ്. PBക്ക് കിട്ടിയ പരാതി കോടതിയുടെ രേഖയായി മാറുന്നു. കോടതിയുടെ രേഖയായി മാറി അത് പുറത്ത് വരുന്നു. അതിനകത്ത് ഗുരുതരമായ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നു. സ്വാഭാവികമായിട്ട് സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹത്തിന് അതിനകത്ത് മറുപടി പറഞ്ഞ് പോകേണ്ടി വരും. അദ്ദേഹം എന്ത് പ്രതികരണം നടത്തും എന്നുള്ളത് വരും സമയങ്ങളിൽ നമുക്ക് അല്പസമയത്തിനകം തന്നെ ഒരുപക്ഷെ അറിയാൻ കഴിയും. നമ്മുടെ പ്രതിനിധി ഡൽഹിയിൽ കേരള ഹൗസിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി നോക്കിയ ശേഷം എന്തായിരിക്കും CPM അതിനകത്ത് എടുക്കാൻ പോകുന്ന നിലപാട് എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇതിന് തള്ളിപ്പറയാൻ കഴിയില്ല. കാരണം ഇത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയെടുത്ത രേഖയല്ല, ഇത് കോടതിയുടെ രേഖയായി മാറിയിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ട് അതിനെ CPM നേതൃത്വത്തിന് പൂർണ്ണമായും തള്ളിപ്പറയാൻ കഴിയില്ല. അത് വ്യാജരേഖയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാനൊന്നും കഴിയില്ല. കാരണം കോടതിയുടെ രേഖയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാർട്ടി നേതൃത്വം ആകെ പ്രതിസന്ധിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട വസ്തുത. അജയ്, ഒപ്പം തന്നെ സേഫ്, പാർട്ടി പ്രതിസന്ധിയിലായിരിക്കുന്ന ഈ ഘട്ടത്തിൽ തന്നെ സുനിൽ ഐസക് അല്പസമയം മുൻപൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അതായത് കണ്ണൂരിൽ മുതിർന്ന നേതാക്കൾക്കിടയിൽ ഇതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. EP ജയരാജൻ ഇന്നലെ പരാതി പറഞ്ഞ ഈ ഷർഷാദുമായി സംസാരിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള ചില ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ പാർട്ടിക്കുള്ളിൽ ഇതിനെ MV ഗോവിന്ദൻ മാഷിനെതിരെ ഒരു പോര് എന്ന തലത്തിലാണ് ഇപ്പോൾ നിലവിൽ ഈ അവസ്ഥയുള്ളത് എന്നാണ് സുനിൽ ഐസക് അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയും ഏത് തലത്തിലായിരിക്കും പാർട്ടി ഇനിയും പ്രതിരോധിക്കുക? MV ഗോവിന്ദനും അതുപോലെ തന്നെ EP ജയരാജനും തമ്മിലുള്ള തർക്കം ഉണ്ടാകുന്നത് ഇപ്പോഴല്ല. അതിനേതാണ്ടൊരു 2 വർഷത്തെ പഴക്കമുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കോടിയേരി ബാലകൃഷ്ണൻ അസുഖബാധിതനായിട്ട് ചികിത്സയിലേക്ക് ചെന്നൈയിലേക്ക് പോകുന്ന ദിവസമാണ്, അതിന്റെ തൊട്ട് തലേ ദിവസമാണ് MV ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുക്കുന്നത്. പാർട്ടിയിൽ മുതിർന്ന നേതാവ് ആര് എന്ന് ചോദിച്ചാൽ MV ഗോവിന്ദനേക്കാളെ സീനിയർ ആയിട്ടുള്ള ആളാണ് EP ജയരാജൻ. അദ്ദേഹത്തെ പാർട്ടി സെക്രട്ടറി ആക്കിയില്ല എന്നുള്ള പരാതി അദ്ദേഹത്തിനുണ്ട്. മാത്രമല്ല PBയിലേക്ക് പിന്നെ കോടിയേരി ബാലകൃഷ്ണന്റെ ഒഴിവിലേക്ക് ആളെ തിരഞ്ഞെടുത്തപ്പോഴും MV ഗോവിന്ദനെയാണ് തിരഞ്ഞെടുത്തത്. EP ജയരാജനെ തിരഞ്ഞെടുത്തില്ല എന്നുള്ള പരാതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം സജീവമായിരുന്നില്ല. പിന്നീട് പാർട്ടിയിൽ കുറെ ഇടതുമുന്നണി കൺവീനറായിരുന്ന സമയത്ത് പോലും അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വരികയോ പാർട്ടിയുടെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുകയോ മുന്നണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. അദ്ദേഹത്തിനുള്ള അതൃപ്തി അദ്ദേഹം വിവിധ ഘട്ടങ്ങളിൽ പ്രകടമാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് ആ വൈര്യം അതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഷർഷാദ് എന്ന് പറയുന്നയാൾ മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട സംവിധായികയുടെ ഭർത്താവാണ്. അദ്ദേഹം കണ്ണൂർ സ്വദേശിയാണ്. അതിനൊപ്പം തന്നെ ഷർഷാദ് ഉന്നയിക്കുന്ന ആരോപണം MV ഗോവിന്ദന്റെ മകൻ ശ്യാം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. മലയാളത്തിൽ പ്രധാനപ്പെട്ട സംവിധായകരുടെ അസോസിയേറ്റ്